എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ വീണ്ടും തിങ്കളാഴ്ചയായി അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾക്ക് നോക്കാം. ഇന്നെന്ത് നോക്കാം? നമുക്ക് ലേറ്റ് നൈറ്റ് തോട്ട്സ് നോക്കാം അല്ലേ? ലേറ്റ് നൈറ്റ് തോട്ട്സ് ഡീറ്റെയിൽഡായിട്ട് നോക്കിയിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഇന്നലെ രാത്രി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചിരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഈ തേർഡ് പാർട്ടി റിലേറ്റഡ് റീഡിങ് ഞാൻ എന്നൊക്കെ ഇട്ടിട്ടുണ്ടോ അന്നെല്ലാം നിങ്ങളുടെ വക പൊങ്കാല എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എനിക്ക് നിങ്ങളുടെ അജിറ്റേഷൻ മനസ്സിലാവും. ഞാൻ വ്യക്തമായിട്ട് തന്നെ എൻ്റെ ചാനൽ കുറേ നാളായിട്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ എൻ്റെ ഒരു പാറ്റേൺ ഓഫ് റീഡിങ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഞാൻ ഇപ്പോൾ ഒരു പതിവ് രീതിയിൽ ഒരു സ്പ്രെഡ് എടുക്കുക, അതങ്ങ് റീഡ് ചെയ്ത് പറയുക, അത് എല്ലാവരുടെയും ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മളുടെ ചാനലിൽ ഇപ്പോൾ ഏകദേശം 13,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഈ 13,000 ആൾക്കാരുടെയും എനർജി സെയിം ആയിരിക്കുമോ? ഇല്ല അല്ലേ? അതിൽ തന്നെ ഇത് വാച്ച് ചെയ്യുന്ന ആൾക്കാർ കുറച്ച് ആയിരങ്ങളായിരിക്കും. അവരുടെ എനർജി എല്ലാവരുടെയും സെയിം ആയിരിക്കുമോ? ആയിരിക്കില്ല. അതുകൊണ്ട് ഞാൻ ഒരു പ്രത്യേക രീതിയിലാണ്, ഞാൻ ഡിഫറെൻ്റ് ആയിട്ടൊരു രീതിയിലാണ് ഞാൻ റീഡ് ചെയ്യുന്നത്. ഇപ്പോൾ ജനറൽ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ലേറ്റ് നൈറ്റ് തോട്ട്സ് ആണ്, ഫീലിങ്സ് പോലും ഞാൻ ആൽഫബറ്റ് റീഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കാർഡ്സ് വീണ്ടും കൂടുതൽ ആൾക്കാരുടെ ഫീലിങ്സ് കണക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ കാർഡും ക്ലാരിഫൈ ചെയ്താണ് മുന്നോട്ട് പോവാറ് അല്ലേ? അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓരോ സെറ്റ് ഓഫ് കാർഡ്സ് ഓരോരുത്തരുടെ എനർജി ആയിരിക്കും. അതിൽ തന്നെ ഞാൻ 3 കാർഡ് വീതം എടുത്ത് ക്ലാരിഫൈ ചെയ്യാറുണ്ട്. അത് നിങ്ങൾക്ക് ഇൻ ഡെപ്ത് കൂടുതൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഓൾറെഡി അജിറ്റേറ്റഡ് ആയിട്ടാണ് എൻ്റെ വീഡിയോ കാണാൻ വന്നിരിക്കുന്നത്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ കമൻസ് ഇടുമ്പോൾ ഒരു മിനിമം മാന്യത പാലിച്ചുകൊണ്ട് ഇടുക ഒരു ആവശ്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് എന്താ പറയുക, നെഗറ്റീവ് കമൻസ് ഇടാം, ദറ്റ്സ് ഫൈൻ. പക്ഷെ നെഗറ്റീവ് കമൻസ് ഇടുമ്പോൾ ഒരു മിനിമം മര്യാദ പാലിച്ചുകൊണ്ട് ഇടുക. ഓരോ സെറ്റ് കാർഡ്സ് നിങ്ങൾക്ക് എങ്ങനെ റെസനേറ്റ് ആകുന്നു അത് മാത്രം എടുക്കുക എന്ന് ഞാൻ വീണ്ടും പറയാറുണ്ട്. ഇന്നിപ്പോൾ ഇതിന് കമൻറ്റ് വരും, എന്തിനാ ഇത്രയും സംസാരിക്കുന്നതെന്ന്. സംസാരിക്കാതെ കാര്യം പറയാൻ പറ്റില്ലല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഏതൊക്കെ കാർഡ്സ് ആർക്കൊക്കെ റെസനേറ്റ് ആകുന്നു അത് മാത്രം എടുക്കുക. കാരണം ഇത് ജനറൽ റീഡിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് മാത്രമുള്ള റീഡിംഗ് ആണെന്ന് വിചാരിച്ച് അജിറ്റേറ്റഡ് ആവേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എൻ്റെ അടുത്ത് പേഴ്സണൽ റീഡിങ്ങിന് വരണം എന്നൊന്നും ഞാൻ ആവശ്യപ്പെടുന്നേ ഇല്ല. അതല്ല ഞാൻ ഈ പറയുന്നതിൻ്റെ പുറകിലുള്ള കാര്യം. മനസ്സിലായില്ലേ? അജിറ്റേറ്റഡ് ആവാതിരിക്കൂ. നിങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവും. കാരണം ഞാൻ എപ്പോഴൊക്കെ തേർഡ് പാർട്ടി റിലേറ്റഡ് വീഡിയോ ഇട്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം ഈ പ്രശ്നം ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ മനസ്സിലാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആവാതിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. ഓക്കെ, എൻ്റെ റീഡിങ് ഇഷ്ടപ്പെട്ടില്ലേ, വേറെ ചാനലിലേക്ക് പോയി കണ്ടോളൂ. ആരും വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ ഭാഷ ഉപയോഗിക്കുമ്പോൾ ഇവിടെ കമൻസ് ഇടുമ്പോൾ വളരെ ശ്രദ്ധിച്ചിടുക. അല്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ കമൻസ് ഞാൻ കീപ്പ് ചെയ്യില്ല, ഞാൻ ഡിലീറ്റ് ചെയ്യും. ഓക്കെ, മോശപ്പെട്ട ഭാഷയിലാണ് കമൻറ്റ് വരുന്നതെങ്കിൽ ഞാൻ അവിടെ ഡിലീറ്റ് ചെയ്യും. അല്ല, നിങ്ങൾക്കൊരു വിമർശനമാണ്, അത് എടുക്കാൻ ഞാൻ തയ്യാറാണ്. ഇറ്റ്സ് ഓക്കെ. ഞാൻ കഴിയുന്നത് റിപ്ലൈ ചെയ്യാറുമുണ്ട്. വിമർശനം വരുന്ന അവിടെ എനിക്കൊരു എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ ചെയ്യാറുമുണ്ട്. 5 മിനിറ്റ് ഇതിന് തന്നെ പോയി. ഓക്കെ, റീഡിങ്ങിലേക്ക് പോകാം നമുക്ക്. വീണ്ടും ഞാൻ പറയാൻ ഓർക്കുക, ഇതൊരു ജനറൽ ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി ഒരിക്കലും റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ശാന്തിയോടും സമാധാനത്തോടും കൂടി ഇരിക്കുക, പോസിറ്റീവ് തിങ്കിങ് കൊണ്ടുവരിക. റീഡിങ്ങിലേക്ക് പോകാം നമുക്ക്. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഇന്നലത്തെ രാത്രിയിലത്തെ ചിന്തകൾ എന്തായിരുന്നു എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്. ഇന്നലത്തെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തായിരുന്നു എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്. വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തായിരുന്നു എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്. പ്ലീസ് ഗൈഡ്. എടുക്കുകയാണേ. പേജ് ഓഫ് കപ്സ്, ഓക്കെ. 6 of cups, good.
Hermit, 9 of Cups, 5 of Pentacles, Empress, Ace of Swords. ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും തോട്ട്സ് നല്ലതായിരിക്കും. Page of Swords, Page of Wands, എന്താണ് മെസ്സേജ്, Magician, Hierophant. നിങ്ങൾ ചാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നോ ഇന്നലെ? ലവേഴ്സ് അറിയാലോ അത് വരും എന്നുള്ളത് ഉറപ്പായിട്ടും അല്ലേ. 6 of Swords അത് ക്ലാരിഫൈ ചെയ്യാം കേട്ടോ. 4 of Swords അതും ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ. Chariot, ബോട്ടം ഓഫ് ദി ഡെക്ക്, മൂൺ. ഇത്തിരി സങ്കടത്തിലുമായിരുന്നു നിങ്ങളുടെ പേഴ്സൺ, എന്താണെന്നറിയില്ല. കുറേയേറെ കാർഡ്സ് ഇപ്പോൾ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരു കാർഡ് മാത്രം ഒന്ന് 6 of Swords ക്ലാരിഫൈ, 6 of Swords ക്ലാരിഫൈ, 6 of Swords ക്ലാരിഫൈ, 6 of Swords. Knight of Swords നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണത്, അങ്ങ് പോകുന്നതല്ല കേട്ടോ. ക്ലാരിഫൈ 4 of Swords ക്ലാരിഫൈ, 4 of Swords ക്ലാരിഫൈ, 4 of Swords. 2 of Wands. ഓക്കെ. സാമാന്യം നല്ല തോട്ട്സ് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കേട്ടോ. ഞാൻ ഓരോ കാർഡും ക്ലാരിഫൈ ഒന്നും ചെയ്യുന്നില്ല, എന്നൊരൊറ്റ റീഡിംഗ് ആയിട്ട് തന്നെയാണ് പറയാൻ പോകുന്നത്. അവിടെ അപ്പോൾ കൺഫ്യൂഷൻസ് ഒന്നും വേണ്ടല്ലോ. ഓക്കെ. ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് മെയിനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. വളരെ സങ്കടം, ഒറ്റപ്പെടൽ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഇന്നലെ കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് ഒരു ഇതുള്ളത് ഉറക്കമില്ലായ്മ തൽക്കാലം ഇപ്പോൾ കാണുന്നില്ല കേട്ടോ. ഈ സെറ്റ് ഓഫ് കാർഡ്സിൽ ഉറക്കമില്ലായ്മ കാണുന്നില്ല. പേജ് ഓഫ് കപ്സ് വെച്ച് ഒന്നെങ്കിൽ ഇവർ നിങ്ങളുടെ മെസ്സേജ് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജ് നേരത്തെ നിങ്ങൾ അയച്ച മെസ്സേജ് ഒന്ന് എടുത്ത് നോക്കി അതിനെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു. നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുന്നതിനെ പറ്റി ചിന്തിക്കുകയായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈൻ പോസ്റ്റ് ചെയ്ത എന്തോ കാര്യം എടുത്തു വെച്ച് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിലേത് വേണമെങ്കിലാവാം. ഓക്കെ. ഇത് പേജിൻ്റെ 3 കാർഡ്സ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ് തരണം, ഒരു മെസ്സേജ് തരണം, അല്ലെങ്കിൽ വളരെ പ്രബലമായിട്ട് നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്ത് എന്തോ അവർ കണ്ടിട്ടുണ്ട്, അതിനെപ്പറ്റി തീവ്രമായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. 6 ഓഫ് കപ്സ് വെച്ച് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ തുടർച്ചയായിട്ട് വരുന്നുണ്ടായിരുന്നു. നൊസ്റ്റാൾജിക്കായിട്ട് നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത മൊമെൻറ്റ്സ് ഒക്കെ അവർ വീണ്ടും വീണ്ടും ആലോചിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. പഴയ ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് നോക്കുന്നുണ്ടായിരിക്കും. എന്നിട്ട് നിങ്ങൾ പോയ സ്ഥലം, അവിടെ സംസാരിച്ച കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഓർക്കുന്നതായിട്ട് കാണുന്നു. ഹെർമിറ്റ് വെച്ച് വല്ലാത്തൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം നിങ്ങൾ കൂടെ ഇല്ല, അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു മിസ്സിങ് എനർജി അവർക്ക് തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. 9 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ അതൊരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്നുള്ള രീതിയിൽ തന്നെ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ചിന്തിച്ചിരുന്നു. ഇന്നലത്തെ കാര്യമാണ്, പാസ്റ്റാണ്. 5 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് വീണ്ടും മിസ്സിങ് എനർജിയാണ്. അവിടെ പലർക്കും ഒരു സാമ്പത്തിക പ്രശ്നവും അവർ ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. എത്രത്തോളം റെസനേറ്റ് ആകുന്നു അത് മാത്രം എടുക്കുക കേട്ടോ. ഈ പ്രശ്നമില്ലാത്തവർ അതങ്ങ് വിട്ടേക്കുക. പലരുടെയും പേഴ്സണ് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് അവർ ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അവരതിനെപ്പറ്റിയും കൂടി ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു പക്ഷേ നിങ്ങളുടെ ഇടയിലുള്ള ആ തടസ്സം എന്ന് പറയുന്നത് ആ ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി ആയിരിക്കണം. അതിനെക്കുറിച്ചും അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ ആ വിഷ് ഫുൾഫിൽമെൻറ്റിലേക്ക് എത്ര വേഗം എത്താമായിരുന്നു എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. എംപ്രസ് വെച്ച് നിങ്ങൾ അവരുടെ ലൈഫിലുള്ള എംപ്രസ് സാന്നിധ്യമാണ് എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻറ്റ്, നിങ്ങൾക്ക് പകരമായി വയ്ക്കാൻ അവരുടെ ലൈഫിൽ ആരുമില്ല, ഒന്നുമില്ല എന്ന് തന്നെ അവർ വിചാരിക്കുന്നത്. നിങ്ങളെ ഒരുപാട് ഹൈ ലെവലിലാണ് അവർ വെച്ചിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നിങ്ങളുടെ മുഖം ഇവരുടെ മനസ്സിൽ തുടർച്ചയായിട്ട് വരുന്നുണ്ടായിരുന്നു. നിങ്ങൾ കാണാനും നല്ലൊരാളായിരിക്കണം. ഇവർക്ക് ഭയങ്കര അട്രാക്റ്റഡ് ആണ്, ഭയങ്കര സ്നേഹമാണ് നിങ്ങളുടെ അടുത്ത്. അത് അവർ ആലോചിക്കുന്നുണ്ടായിരുന്നു. ഏസ് ഓഫ് സോർട്സ് വെച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവരുടെ ലൈഫിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, എത്രത്തോളം അവർക്ക് നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വേണം എന്നുള്ള ഒരു എന്താ പറയുക, ഒരു മെൻ്റൽ ക്ലാരിറ്റി അവർക്ക് നല്ലപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ അവർ ആലോചിക്കുകയായിരുന്നു. തിരിച്ചറിവ് വരാൻ വൈകിപ്പോയോ എന്നുള്ള രീതിയിലൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ഇല്ലാതെ അവർക്ക് പറ്റില്ല എന്നുള്ളത് അവർ ഉറപ്പായിട്ടും തീരുമാനിച്ചതായിട്ട് തന്നെയാണ്
കാണുന്നത് കേട്ടോ. മജീഷ്യൻ വെച്ചിട്ട് പേജിൻ്റെ ഞാൻ ഓൾറെഡി പറഞ്ഞു. മജീഷ്യൻ വെച്ചിട്ട് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. മാനിഫെസ്റ്റ് ആവുന്നത് എപ്പോഴാണ്? ഒരാളെക്കുറിച്ച് വീണ്ടും വീണ്ടും തുടർച്ചയായിട്ട് ചിന്തിക്കുമ്പോഴാണ് അവർ ഓട്ടോമാറ്റിക്കലി മറ്റവരുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആവുന്നത്. നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. കൂടെ തന്നെ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവർ സക്സസ് ആക്കി തരണം എന്നുള്ള രീതിയിൽ ഡിവൈൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നതായിട്ടും കാണുന്നു. ഓക്കെ, ഹെയറോഫൻറ്റ് വെച്ചിട്ട് വീണ്ടും അവിടെ ഒരു പ്രാർത്ഥനയൊക്കെ തന്നെയാണ് കാണുന്നത്. അതൊന്ന് ഞാൻ ക്ലാരിഫൈ ചെയ്യട്ടെ കേട്ടോ. കാരണം ഹെയറോഫൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു മിനിറ്റ്, ക്ലാരിഫൈ ദി ഹെയറോഫൻറ്റ്. ഓക്കെ, 2 ഓഫ് കപ്സ്. അവിടെ നിങ്ങൾക്കൊരു ഹെയറോഫൻറ്റിൻ്റെ കാർഡ് വരുമ്പോൾ 2 രീതിയിൽ നമുക്ക് എടുക്കാം. അതുകൊണ്ടാണ് ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനായിട്ട് വന്നത് 2 ഓഫ് കപ്സ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങളുമായി ഒരു റീയൂണിയനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഞാൻ ആദ്യം ഹെയറോഫൻറ്റ് കണ്ടപ്പോൾ വിചാരിച്ചു നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ മാരീഡ് ആയിരിക്കാമോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. ഓക്കെ, മാരീഡ് ആണോ അല്ലയോ എന്ത് സിറ്റുവേഷൻ തന്നെ ആയാലും നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാർഡാണ് അവിടെ നമുക്കിപ്പോൾ കിട്ടിയത്. ഓക്കെ, അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു നിങ്ങളെ കാണണം, സംസാരിക്കണം, കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. പലർക്കും ഒരു സ്റ്റെബിലിറ്റി അവർ തരാൻ ആഗ്രഹിക്കുന്നു എന്നും അവിടെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെ ആർക്ക് റെസനേറ്റ് ആവുന്നു അത് മാത്രം എടുക്കുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണെങ്കിൽ നിങ്ങളെ ഒന്ന് വന്ന് കണ്ട് ടൈം സ്പെൻഡ് ചെയ്യണം, നിങ്ങളുമായിട്ട് സംസാരിക്കണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, മറ്റു പലർക്കും ഒരു കമ്മിറ്റ്മെൻറ്റ് അവർ തരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ ഇല്ലയോ, ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു എന്നും അവിടെ നമുക്ക് പറയാം കേട്ടോ. ലവേഴ്സ് വെച്ചിട്ട് നിങ്ങളൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് അവരുടെ എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഒരു കാര്യവും ഇല്ലാതെ ഒരാളുടെ അടുത്ത് ഇത്ര അറ്റാച്ച്മെൻറ്റ് വരുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കില്ലേ, അതുപോലെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എത്രയോ ജന്മങ്ങളെ പരസ്പരം അറിയാവുന്നവരാണ്, അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമാണ് എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. 6 ഓഫ് സോർട്സ് ആൻഡ് 9 ഓഫ് സോർട്സ് വെച്ചിട്ട് ദൂരെയാണെങ്കിൽ, നിങ്ങളുടെ പേഴ്സൺ ദൂരെയാണെങ്കിൽ, ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ നിങ്ങളെ കാണാൻ വരുന്നതിനെ പറ്റി, കാരണം അവിടെ 2 ഓഫ് കപ്സിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്, നിങ്ങളെ കാണാൻ വരുന്നതിനെ പറ്റി ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് കാണുന്നു അവിടെ. അധികം വൈകാതെ തന്നെ നിങ്ങളെ വന്ന് കാണുന്ന രീതിയിൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ചിലർക്ക് അവിടെ ഉറപ്പായിട്ടും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഹെയറോഫൻറ്റും വന്നിട്ടുണ്ട്, ഇപ്പുറത്ത് 4 ഓഫ് സ്വാർട്സ്. അതിനെ ക്ലാരിഫൈ ചെയ്തത് 2 ഓഫ് വാൻസ് ആണ്. അവിടെ ലോങ് ഡിസ്റ്റൻസിനോടൊപ്പം തന്നെ അവിടെ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് കേട്ടോ. ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം അവർ വളരെ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലാണ്, ജഗ്ലിങ്ങിലാണ്. ചിലർക്കാണിത്, എല്ലാവർക്കും അല്ല. ആർക്ക് ഏത് റെസനേറ്റ് ആകുന്നു അത് മാത്രം എടുക്കുക. കൺഫ്യൂഷൻ വരുന്നു എന്ന് പറഞ്ഞത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത് പറയുന്നത് കേട്ടോ. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവർ മാത്രം ഇതെടുത്താൽ മതി. ഓക്കെ, അങ്ങനെയുള്ളപ്പോൾ ഒരു ജഗ്ലിങ് സിറ്റുവേഷൻ ലോങ് ഡിസ്റ്റൻസ് ആയിട്ടും കാണുന്നുണ്ട്. ഓക്കെ, അവിടെ ഒരു ജഗ്ലിങ്ങിൽ നിൽക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ചാരിയറ്റ് വെച്ച് മറ്റു ചിലർ ഒരു തീരുമാനമെടുക്കാതെ ജഗ്ലിങ്ങിൽ നിൽക്കുകയായിരുന്നു. അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒന്നും ഉണ്ടായിരിക്കില്ല അവിടെ. പക്ഷേ അവർക്കൊരു തീരുമാനം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങളുടെ ഇഷ്ടം അവരുടെ അടുത്ത് വെളിപ്പെടുത്തി കാണണം, പക്ഷെ അവരൊരു തീരുമാനം നിങ്ങൾക്ക് ഒരു റിപ്ലൈ തന്നു കാണില്ല. ഓക്കെ, അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അവരൊരു തീരുമാനം എടുക്കുന്നതായിട്ടും അത് നിങ്ങളെ അറിയിക്കുന്നതായിട്ട് കാണുന്നു. ഒരു ഉറച്ച തീരുമാനം മുന്നോട്ട് പോകാം എന്നുള്ള അത് പോസിറ്റീവ് തീരുമാനമായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഗിവ് മീ സം മോർ കാർഡ്സ്. കുറച്ച് കാർഡ്സ് കൂടി തരൂ. കിങ് ഓഫ് കപ്സ് നിങ്ങളെ ഒരുപാട് സ്നേഹത്തോടെ തന്നെ ആലോചിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഒരുപാട് സ്നേഹമുണ്ട് അവർക്ക്. സ്നേഹത്തോടു കൂടി നിങ്ങളെ കുറിച്ച് ആലോചിക്കുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. ക്വീൻ ഓഫ് കപ്സ്, കിങ് ഓഫ് കപ്സും ക്വീൻ ഓഫ് കപ്സും ഒരുമിച്ച് വന്നിരിക്കുന്നു. അതായത് നിങ്ങളെ ഒരു ലൈഫ് പാർട്ട്ണറായിട്ട് തന്നെയാണ് അവർ കാണുന്നത് കേട്ടോ. അങ്ങനെയാണ് അവർ മനസ്സിൽ ചിന്തിക്കുന്നത്. നിങ്ങൾ അവരുടെ ലൈഫിൽ എന്നും വേണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ പ്രതി ഹൈലി ഇമോഷണലാണ് അവർ എന്നും ചിന്തിക്കുന്നുണ്ട് കേട്ടോ. കാരണം നിങ്ങളുടെ അടുത്ത് അറ്റാച്ച്മെൻ്റാണ്, മാനസികമായിട്ട് വല്ലാത്തൊരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങളെന്നും അവരുടെ ലൈഫിൽ വേണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. കിങ് ഓഫ് കപ്സിൻ്റെ തൊട്ട് താഴെ വന്നത് എംപ്രസ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻ്റ് ഒന്നും അവരുടെ ലൈഫിൽ തീർച്ചയായിട്ടും
ഇല്ല എന്ന് തന്നെയാണ് അവർ ചിന്തിച്ചിരുന്നത് കേട്ടോ. 7 ഓഫ് പെൻറ്റക്കിൾസ്, മറ്റു ചിലർ അവരുടെ ജോലിയെ പറ്റിയും കരിയറിനെ പറ്റിയും ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു പക്ഷേ ജോലിയിലായിരുന്നിരിക്കാം, നൈറ്റ് ഷിഫ്റ്റൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ജോലി ചെയ്തുകൊണ്ട് നിങ്ങളെ ഓർക്കുന്നതും ആവാം കേട്ടോ. ആ സമയത്തിരുന്ന് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നതും ആവാം, അങ്ങനെയും വരാൻ സാധ്യതയുണ്ട്. ദ വേൾഡ് അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. ഇവർ എബ്രോഡൊക്കെ ജോലി ചെയ്യുന്നവരായിരിക്കണം. അവിടെ ഇരുന്നു കൊണ്ട്, ജോലിയിൽ ഇരുന്നു കൊണ്ട് നിങ്ങളെ ആ സമയത്ത് ആലോചിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. 6 ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം, സ്നേഹം തന്ന സ്നേഹം കൈപ്പറ്റണം എന്ന് തന്നെ ഇവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കിങ് ഓഫ് പെൻറ്റക്കിൾസ്, അവർക്ക് പല റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് പുറമെ അവർക്ക് അവരുടെ ലൈഫിൽ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. എസ്പെഷ്യലി പൈസ സംബന്ധമായ റെസ്പോൺസിബിലിറ്റീസ് ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ജോലിയിലും ശ്രദ്ധിച്ചേ മതിയാകൂ. അങ്ങനെ രണ്ടിലും കൂടിയിട്ട് ജഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ജോലിയും ചെയ്യുന്നുണ്ട്, അതോടൊപ്പം നിങ്ങളുടെ കാര്യം ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയാണ് അവിടെ. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്, വീണ്ടും ഒരു ലൈഫ് പാർട്ട്ണർ തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. നിങ്ങൾ അവരുടെ ലൈഫിൽ എന്നും വേണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെയും കൂടി റെസ്പോൺസിബിലിറ്റി അവർ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അതേസമയം നിങ്ങളും അവരുടെ റെസ്പോൺസിബിലിറ്റിയിൽ അവരെ സഹായിക്കണം എന്നും അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. പരസ്പരം താങ്ങായിട്ട് നിൽക്കുക പറയില്ലേ, പരസ്പരം പ്രൊട്ടക്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക, ആ രീതി. അത് എപ്പോഴാണ് വരിക? ഒരു സ്പൗസ് ആകുമ്പോഴാണ് അത് വരിക അല്ലേ. അപ്പോൾ നിങ്ങൾ ഇന്ന് അവരുടെ കൂടെ വേണം, റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. 4 ഓഫ് കപ്സ് വെച്ച് വളരെ മിസ്സിങ് എനർജിയാണ്, നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നും അതിൽ കാണുന്നു. ഓക്കെ. ഹാങ്ഡ് മാൻ, ചിലരുടെ പേഴ്സൺ, എല്ലാവർക്കും ഉള്ളതല്ല ഇത്. ചിലർ ചില സിറ്റുവേഷൻസിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നു. ആ സിറ്റുവേഷൻ അവർക്ക് ഒട്ടും സന്തോഷം കൊടുക്കുന്നില്ല. അതിനെക്കുറിച്ചും അവർ ഈ തടസ്സം എന്ന് മാറും എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. 10 ഓഫ് കപ്സ് വെച്ചിട്ട് ആ സ്റ്റക്ക് സിറ്റുവേഷൻ വരുന്നത് അവർക്ക് ഒരു പക്ഷേ ഒരു ഫാമിലി ഉള്ളത് കൊണ്ടായിരിക്കാം. ഒരു ഫാമിലി സിറ്റുവേഷൻ അവിടെ കാണുന്നുണ്ട്. അങ്ങനെയുള്ളവർ മാത്രം അത് എടുക്കുക കേട്ടോ. ആ സ്റ്റക്ക് സിറ്റുവേഷനിൽ ഇരുന്നു കൊണ്ട് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ. ഒരേ ഒരു കാർഡ് കൂടി, ഡെത്ത്. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണം. എന്ത് എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് നിങ്ങളുമായൊരു ന്യൂ ബിഗിനിങ് വേണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും തോട്ട്സ് വളരെ നല്ലതായിട്ട് തന്നെയാണ്. നമുക്കിപ്പോൾ ലേറ്റ് നൈറ്റ് ആയാലും, ലേറ്റ് നൈറ്റ് നമ്മൾ നോക്കുന്നതിൻ്റെ കാര്യം അല്ല, നൈറ്റ് സമയം ക്വയറ്റാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ചിന്തകൾ വരുന്നത്, ഒരു ക്ലാരിറ്റിയോടുകൂടി ചിന്തകൾ വരുന്നത് രാത്രിയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ലേറ്റ് നൈറ്റ് തോട്ട്സ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ രാത്രികാല ചിന്തകൾ നിങ്ങളെക്കുറിച്ച്. വേറെന്താണ്? അപ്പോൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്ത് തരണം കേട്ടോ. അതേപോലെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം, കോൺടാക്റ്റ് ചെയ്തോളൂ. ഇതുപോലെ വേറെയും റീഡിങ്സുമായിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവരും ശാന്തിയോടെയും സമാധാനത്തോടെയും ഇരിക്കുക കേട്ടോ. ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.